സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാവി ജീവിതം ഉറപ്പുവരുത്തുവാൻ ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് മനുഷ്യരെല്ലാവരും തന്നെ. അതിൻ്റെ ഭാഗമായി മനുഷ്യരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതെല്ലാം ഈ ലോക ജീവിതത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി മനുഷ്യൻ സ്വയം ചെയ്യുന്ന കാര്യമാണ്. കേവലം ഒരു മനുഷ്യായുസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും ഭാവി നിലനിൽപ്പിന് വേണ്ടി എത്രയെത്ര പദ്ധതികളാണ് മനുഷ്യൻ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടാണ് മനോഹരമായ വീടുകൾ പണിയുന്നത്. അതിൻ്റെ ഭാഗമായി ആളുകൾ ഒത്തിരി വസ്തുവകകൾ സ്വരുക്കൂട്ടാറുണ്ട്. അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തരും കാലാകാലങ്ങളിൽ ഓരോരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നു. അതിലൂടെ കുടുംബത്തിൻ്റെ ഭാവി നിലനിർത്താം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ നാം ഇവിടെ ചിന്തിക്കുന്നത് ഭാവി ജീവിതത്തെ ഉറപ്പുവരുത്താൻ ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. അത് നമ്മൾ ഭൗതികമായ വസ്തുവകൾ കൊണ്ടും മറ്റൊന്നും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ആ യാഥാർത്ഥ്യമെന്നറിയാമോ? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കി അപ്പസ്തോലൻ സംസാരിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ ഭാവി ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു അനേകരുടെ പാപം ചുമക്കുവാൻ ലോകത്തിൽ വന്നു. മാത്രമല്ല, തന്നെ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇനി വീണ്ടും വരും എന്നാണ് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കണം, നാം തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമത് നാം തിരിച്ചറിയേണ്ടത് എന്താണ്? ജീവിതം ദൈവം തന്ന ദാനമാണ് എന്ന് എല്ലാ ആളുകളും തിരിച്ചറിയണം. സൃഷ്ടിതാവായ ദൈവം വൈവിധ്യമാർന്ന സൃഷ്ടവസ്തുക്കളെ സൃഷ്ടിച്ചു. എന്നാൽ അതിൽ സൃഷ്ടിയുടെ മകുടം എന്ന് പറയുവാൻ സാധിക്കുന്ന രീതിയിൽ സൃഷ്ടിതാവ് സൃഷ്ടിച്ച വ്യക്തിത്വം ഉള്ള വ്യക്തികളാണ് മനുഷ്യർ. മനുഷ്യ സൃഷ്ടി ഏറ്റവും പ്രത്യേകതയുള്ളതാണ്. ഞാനോ നിങ്ങളോ ലോകത്തിലുള്ള ഏതു ഉയർന്ന സ്ഥിതിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ജീവിതം സ്വയം തിരഞ്ഞെടുത്തതല്ല. എവിടെ ജനിക്കണമെന്നും ആരിൽ നിന്ന് ജനിക്കണമെന്നും
എങ്ങനെ ജീവിക്കണമെന്നുമെല്ലാം തീരുമാനിച്ച സൃഷ്ടിതാവായ ദൈവം ഓരോരുത്തർക്കും ജന്മം നൽകി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിക്കാനുള്ള ഈ വലിയ സാധ്യത അത് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതം ആരും സ്വയം തിരഞ്ഞെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എന്തുകൊണ്ടോ മനുഷ്യർ അവർ സ്വയം ഈ ഭൂമിയിൽ വന്നു എന്ന രീതിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യന് ഒരു ജീവിതം നൽകി എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മളോട് പറയുന്ന കാര്യം ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം എന്ന് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം ഒരു അനിശ്ചിതത്വമുള്ള ജീവിതമാണ്. കാരണം നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ദാനമായി ജീവിതം ലഭിച്ച മനുഷ്യന് അറിഞ്ഞുകൂടാ. ഇവിടെ യുദ്ധങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു, പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു, നല്ല കാലാവസ്ഥ ഉണ്ടാകുന്നു. നാളെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനുഷ്യന് അറിഞ്ഞുകൂടാ. എന്നാൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സ്വയം നാം ഉണ്ടായതല്ല, ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ ദൈവം നമ്മളെ പറഞ്ഞു വിട്ടതാണ്. ജീവിതം ഒരു ദാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ സൃഷ്ടിയെല്ലാം അത്ഭുതമായിട്ടിരിക്കുമ്പോൾ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും ഈ ഭൂമിയിൽ സാമൂഹിക ബന്ധങ്ങൾ പുലർത്തി ഇവിടെ നിലനിൽക്കാനും സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. അത് മനുഷ്യൻ സ്വയം തിരഞ്ഞെടുത്തതല്ല, ജീവിതം ദാനമാണ് എന്ന തിരിച്ചറിവ് എല്ലാ മനുഷ്യനും ആവശ്യമാണ്. അപ്പോൾ ജീവിതം ദാനമായിട്ട് ദൈവം നമുക്ക് നൽകിയതാണ് എന്ന് അറിവുണ്ടാകുമ്പോൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടോ അവൻ്റെ ബോധ്യങ്ങളനുസരിച്ചാണ് ജീവിക്കുന്നത്. അവൻ തനതായി ചില ജീവിത ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തി അവൻ്റെ ഇഷ്ടാനുസരണം അവൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യനെയും നോക്കിയാൽ അറിയാം, കാട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, വളരെ അത്യുച്ച കോടി വികാസം പ്രാപിച്ച ലോക പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് വ്യത്യസ്തരായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ എല്ലാ മനുഷ്യനും ഈ ജീവിതം ദൈവം ദാനമായി തന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടി അല്ല ജീവിക്കുന്നത്. ഓരോരുത്തരും അവരവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയാണ്. മനുഷ്യനെ ശ്രദ്ധിച്ചാൽ അറിയാം, എത്ര വിദ്യാഭ്യാസമുള്ള ആളും എത്ര ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളും വളരെയധികം കുറവുകളോടുകൂടെ പാപങ്ങളോടുകൂടെ ജീവിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ ചെയ്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒരു കാലത്ത് ആളുകൾ ചിന്തിച്ചു, വിദ്യാഭ്യാസവും സാമ്പത്തിക സമ്പന്നതയും ഒക്കെ കൈവന്നാൽ മനുഷ്യൻ വളരെ വ്യത്യസ്തനായിട്ട് ജീവിക്കും, ഉന്നത നിലവാരത്തിൽ ജീവിക്കും, തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കി അവൻ ജീവിക്കും എന്ന് മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളും വിദ്യാഭ്യാസമുള്ളവരും സമ്പന്നരുമായ മനുഷ്യരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരാരും തന്നെ ജീവിതം ദൈവം ദാനമായി തന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കാനല്ല ശ്രമിക്കുന്നത്. പിന്നെയോ ഓരോരുത്തരും അവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയാണ്. അതുകൊണ്ട് അപ്പസ്തലനായ പൗലോസ് റോമലേഖനം എന്ന് പറയുന്ന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, ഏകമനുഷ്യനാൽ പാവവും പാവത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് അവിടെ അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവം ദാനമായി തന്ന ജീവിതത്തെ അങ്ങനെ തിരിച്ചറിഞ്ഞു എങ്കിൽ ദൈവത്തിന് സമർപ്പിതമായി ജീവിക്കുമായിരുന്നു. എന്നാൽ മനുഷ്യരാരും അത് തിരിച്ചറിയുന്നില്ല. ഓരോരുത്തരും ബോധിച്ചതുപോലെ ജീവിക്കുകയാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പാപം ചെയ്ത് വളരെ വികൃതമായി ജീവിക്കുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നത്? ഈ ജീവിതം അവൻ സ്വയം തിരഞ്ഞെടുത്തതാണ് എന്ന രീതിയിൽ ജീവിക്കാനുള്ള കാരണം ഒരു സൃഷ്ടിതാവ് ഈ ജീവിതം ദാനം ചെന്നതാണ് എന്ന തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ എന്നും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പാപത്തിൻ്റെ പരിണിതഫലമായിട്ടുള്ള മരണം. മരണത്താൽ മനുഷ്യൻ ബന്ധിതനാണ്. എപ്പോഴാണ് മരണം മനുഷ്യനെ തേടിയെത്തുന്നതെന്ന് ആർക്കും നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഒരു ഡോക്ടർ തൻ്റെ മുമ്പിലുള്ള രോഗിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഒരാൾക്ക് ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അങ്ങനെ പരിചരിക്കുന്ന ഒരാൾക്ക് പോലും മരണം വന്നു ചേരുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ജീവിതമെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് മനുഷ്യൻ കൊള്ളയും കൊലപാതകവും തിന്മയും അതുപോലെ തന്നെ കളവും എല്ലാം ചെയ്ത് വളരെ വികൃതമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് റോമാലേഖനത്തിൽ അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ദാവീദ് എന്ന് പറയുന്ന രാജാവ് പറയുകയാണ്, ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവാണ് ദാവീദ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു തെറ്റിൽ വീണപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യനെ നോക്കിയാൽ മനുഷ്യരെല്ലാവരും തന്നെ ജീവിതം ദാനമായി കിട്ടിയതാണ് എന്ന് തിരിച്ചറിയാതെ അവന് ബോധിച്ച വഴികളിലൂടെ ജീവിക്കുകയാണ്. ആ വഴികളെ നോക്കിയാൽ അതെല്ലാം മരണ വഴികളാണ്, അതെല്ലാം മരണത്തിലേക്ക് നയിക്കുന്ന വഴികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ദൈവം നൽകിയ ദാനമാണ് ഈ ജീവിതമെന്ന് തിരിച്ചറിയണം. അത് പാപം ചെയ്ത് എങ്ങനെയെങ്കിലും തോന്നിയതുപോലെ ജീവിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു ജീവിതമല്ല. ഈ ജീവിതത്തെ സൃഷ്ടിതാവ് ചോദിക്കും. ഈ ജീവിതത്തിൻ്റെ ആകെത്തുക കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. നാം വായിച്ച ഭാഗത്തെ രണ്ടാമതായിട്ട് അപ്പസ്തലൻ പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പാപം ചെയ്ത എല്ലാ ആളുകൾക്കും ഒരു മരണമുണ്ട് എന്ന് ബൈബിൾ പറയുകയാണ്. പാപം ചെയ്യാത്ത ആരുമില്ല. ഏത് കോടീശ്വരനും അതുപോലെ തന്നെ ഏത് വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഹീനനും എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മരണത്തിന് വിധേയരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മരണം ആരും ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. മരണത്തിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ അതിനെ വേർപാട് എന്നാണ് അതിനെ പറയാറുള്ളത്. മരണം വേർപാടാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് ശരീരം വിട്ടു മാറുമ്പോഴാണ് ശാരീരിക മരണം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും അങ്ങനെയൊരു മരണം ഉണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുകയാണ്, ആ മരണം കൊണ്ട് തീർന്നില്ല. പാപിയായ മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് അവന് ബോധിച്ചതുപോലെ ജീവിക്കുമ്പോൾ, ദൈവത്തിന് സമർപ്പിക്കാതെ ജീവിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലമായി ശരീരത്തിലുള്ള മരണം മാത്രമല്ല, എന്നേക്കും ദൈവബന്ധമില്ലാത്ത നിത്യമായ നരകത്തിൽ അവൻ്റെ ജീവിതം നിവധിക്കും എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മരണം ഏതൊരു സമയത്തും ആളുകളെ സ്വാധീനിക്കാം, ഏതൊരു വ്യക്തിയെയും സ്വാധീനിക്കാം. അതിനു മുമ്പ് നാം തിരിച്ചറിയേണ്ടത് ജീവിതം ദൈവം തന്ന ദാനമാണ്. അത് ദൈവത്തിന് സമർപ്പിതമായി ജീവിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചാൽ അതിന് പരിണിതഫലമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് ഇവിടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? ജീവിതം ദൈവം തന്നതാണ് എന്ന് തിരിച്ചറിയുന്നത് പോലെ തന്നെ ഈ ജീവിതത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട് എന്ന് പറയുകയാണ്. മനുഷ്യൻ എങ്ങനെ ജീവിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ദൈവം ഒരു ന്യായവിധി നൽകും എന്ന് കർത്താവ് പറയുകയാണ്. എന്താണ് ന്യായവിധി എന്ന് പറയുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അപ്പസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രവൃത്തികളെ തൂക്കി നോക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് മനുഷ്യനുള്ളത്. ജീവിതം ദൈവം ദാനമായി തന്നതാണെങ്കിൽ എങ്ങനെയെങ്കിലും തോന്നിയതുപോലെ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യന് ഒരു ന്യായവിധിയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ നാം തീരുമാനിച്ചു വരാത്തതുകൊണ്ട്, ഈ ഭൂമിയിൽ നാം വരാൻ തീരുമാനിച്ച വ്യക്തി മടക്കി വിളിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആകെ തുക പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ന്യായവിധിയുടെ ദിവസം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഓരോരുത്തരും ബോധിച്ചതുപോലെ ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിതത്തിൻ്റെ അവസാനം ഒരു ന്യായവിധിയുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജീവിതം ദൈവം നൽകിയ ദാനമായിട്ട് ഇരിക്കുന്നത് പോലെ തന്നെ ഈ ജീവിതത്തിനപ്പുറം ദൈവത്തോട് ചേർന്ന് ഉള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എത്തിച്ചേരണമെങ്കിൽ
ഇവിടെ തോന്നിയതുപോലെ ജീവിച്ച ആളുകൾക്ക് അവിടെ എത്തിച്ചേരുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവം ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷം 2 നിത്യതകൾ ഉള്ളതുകൊണ്ടാണ് ന്യായവിധി വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നിത്യത ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ്. കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച, ജീവിതം ക്രമീകരിച്ച എല്ലാ ആളുകളും നിത്യമായി ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. അല്ലാത്ത ആളുകൾ ന്യായം വിധിക്കപ്പെട്ടതിന് ശേഷം നിത്യമായി ശിക്ഷയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2 നിത്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മരിച്ച ആളുകളുടെ ആത്മാവ് ദൈവബന്ധമില്ലാത്ത സ്ഥലത്ത് പോകുന്ന, അതാണ് നിത്യമരണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നിത്യതയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്നേക്കുമായിട്ടുള്ള ദൈവത്തോട് കൂടെയുള്ള വാസമാണ്. അങ്ങനെയുള്ള 2 നിത്യതയ്ക്ക് വേണ്ടി ദൈവം ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തണം. ദൈവം തന്ന ദാനമാണ് ജീവിതമെങ്കിൽ ഇതാ ആ ജീവിതത്തിൻ്റെ ആകെ തുക നോക്കുന്ന ദൈവം ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണമേ എന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ ജീവിതം ദാനമായി നൽകിയ ദൈവം, അതിൻ്റെ പരിണിതഫലമായി മരണമുണ്ട് എന്ന് പറയുന്ന കർത്താവ്, അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞ ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല. വീണ്ടും 4ാമത് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ പാപം വഹിക്കുവാൻ ലോകത്തിൽ വന്നു എന്നാണ്. ജീവിതം ദാനമായി ലഭിച്ച മനുഷ്യൻ ദൈവത്തിന് അർപ്പിതനായി ജീവിക്കാൻ സാധിച്ചില്ല. തോന്നിയതുപോലെ ജീവിച്ചു. അവൻ മരണത്തിന് വശംവദനായി തീർന്നു. എന്നേക്കുമുള്ള നിത്യമായ ദണ്ഡനത്തിന് വിധിക്കപ്പെട്ടവനായിട്ട് മാറുമ്പോൾ, അങ്ങനെ വിധിച്ച മനുഷ്യന് എന്നും ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ന്യായവിധിയിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാൻ സാധിക്കും എന്ന ആ ചോദ്യം എപ്പോഴും ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ലോകം ഉണ്ടായത് മുതൽ മനുഷ്യൻ എന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ പാപം വഹിക്കുവാൻ ലോകത്തിൽ വന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ജീവിതം മനുഷ്യന് ദാനമായി കൊടുത്തിട്ട് ദൈവത്തോട് അർപ്പിതനായി നന്നായി ജീവിക്കാൻ സാധിക്കാത്ത മനുഷ്യന് മരണവും ന്യായവിധിയും ഉണ്ട് എന്ന് ബോധ്യം നൽകിയിട്ടും അത് തിരിച്ചറിയാത്ത മനുഷ്യന്, അത് തിരിച്ചറിയാതെ എന്നേക്കുമുള്ള നിത്യനരകത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മോചിപ്പിക്കുവാൻ ഇതാ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഈ ഭൂമിയിൽ വന്നു. എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ, പാപം വഹിക്കുവാൻ, എൻ്റെയും നിങ്ങളുടെയും ലോകത്തിലെ ഓരോ കുറ്റവാളിയുടെയും പാപം ഏറ്റെടുക്കുവാനാണ്, അതിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് തകർന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. അത് വലിയൊരു ഉത്തരമാണ്. എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് നമുക്കറിയാമല്ലോ. ദൈവം ജീവിതം ദാനമായി നൽകിയ മനുഷ്യൻ, അവന് ബോധിച്ചത്, ആ ദാനം തിരിച്ചറിയാതെ അവൻ ബോധിച്ചതുപോലെ ജീവിച്ചു. അവൻ മരണത്തിന് വിധേയനായി തീർന്നു. നിത്യമായി മരിച്ച ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടവനായി തീർന്നു. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഒരു ന്യായവിധിയുണ്ട് എന്ന ബോധ്യം വരുമ്പോൾ, ഈ ന്യായവിധിയിൽ നിന്നും ഈ നിത്യമായ മരണത്തിൽ നിന്നും എന്നേക്കും മോചിപ്പിക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു വന്നത് ഓരോ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാനാണ്. പത്രോസ് അപ്പസ്തോലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ നമ്മളുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നാണ് പത്രോസ് അപ്പസ്തോലൻ പറയുന്നത്. കുറ്റവാളികളായ ആളുകളെ യഹൂദന്മാരും അന്ന് യഹൂദമതത്തെ ഭരിച്ചുകൊണ്ടിരുന്ന റോമ ഗവൺമെൻറ്റും കുറ്റവാളികളെ കുരിശിൽ തൂക്കി കൊല്ലാറുണ്ട്. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു കുറ്റവാളിയെ പോലെ നീചന്മാരായ ആളുകൾക്ക് കൊടുക്കുന്ന മരണമാണ് കർത്താവായ യേശു ക്രിസ്തുവിന് അവർ കൊടുത്തത്. സാക്ഷാൽ ദൈവപുത്രൻ, ദൈവമായിരുന്നവൻ മനുഷ്യനായി വരുമ്പോൾ എന്തുകൊണ്ട് കുരിശിൽ മരിക്കുവാൻ തയ്യാറായി എന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ക്രൂശിനെ ഒഴിഞ്ഞ് യേശു ക്രിസ്തു എന്തുകൊണ്ട് പോയില്ല?
താൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ദൈവമല്ലാത്തത് കൊണ്ടല്ല. ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാനാണ്. മനുഷ്യൻ കണ്ടെത്തിയ മതചടങ്ങുകൾ കൊണ്ടോ, മനുഷ്യൻ ചെയ്യുന്ന നേർച്ച കാഴ്ചകൾ കൊണ്ടോ, മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള യാതൊരു കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ മനുഷ്യന് പാപമോചനം കിട്ടാത്തതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ അവതരിച്ച് നമ്മളുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയാണ് ചെയ്തത്. ഈ മരണം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പകരം നിൽക്കുകയാണ്. അങ്ങനെ പകരം വെച്ചുകൊണ്ടാണ് നമ്മളെ രക്ഷിച്ചത്. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓരോ സത്യങ്ങളും നിങ്ങൾ ചിന്തിക്കണമേ. ഒന്നാമത്, ജീവിതം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അത് തിരിച്ചറിഞ്ഞ് സമർപ്പിതരായി ജീവിക്കുന്നില്ലെങ്കിൽ മരണം നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും. മരണത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ശാരീരിക മരണം, 2 ആത്മീയമായി ദൈവത്തിൽ നിന്ന് എന്നേക്കുമാകുന്ന നിത്യ നരകത്തിൽ പോകുന്നത്. മാത്രമല്ല, ഒരു ന്യായവിധി അഭിമുഖീകരിക്കേണ്ടവരാണ് മനുഷ്യർ. എന്നാൽ ഈ ന്യായവിധി അഭിമുഖീകരിക്കേണ്ട നിത്യനരകം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ഒരു രക്ഷിതാവായി കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നു. മതചടങ്ങുകളെ മാറ്റിവെച്ച് നാം സ്വയം രക്ഷപ്പെടുവാൻ കണ്ടെത്തുന്ന എല്ലാ മാർഗങ്ങളും മാറ്റിവെച്ച് നാം ആശ്രയിക്കുന്ന വിജ്ഞാനപരമായ കാര്യങ്ങളെല്ലാം രക്ഷയ്ക്ക് ഉതകുകയില്ല എന്ന് മനസ്സിലാക്കി രക്ഷിതാവായ സാക്ഷാൽ യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം സ്നേഹവും നീതിയും കൂടിച്ചേരുന്ന ഇടമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും, ദൈവം മനുഷ്യനോട്, പാപിയായ മനുഷ്യനോട് പാപി മരിക്കണം, കുറ്റക്കാരനാണ്, അവൻ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞത് ആ കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും കൂമ്പി നിൽക്കുന്ന ഇടമാണ് കാൽവരി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാൽവരിയിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കി ഈ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശിലെ മരണം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പകരം നിർത്തിക്കൊണ്ട് നമ്മളെ സൗജന്യമായി രക്ഷിക്കുവാൻ ദൈവം തയ്യാറാണ്. ഈ സൗജന്യമായ രക്ഷ നിങ്ങൾ പ്രാപിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. മകനെ പോലെ ദുഷ്ടവഴികളിൽ ഇഷ്ടം ഞാൻ നടന്നു. കിട്ട മകനെ പോലെ ദുഷ്ടവഴികളിൽ ഇഷ്ടം ഞാൻ നടന്നു. എന്നെ കെട്ടി പിടിച്ച മുത്തമിട്ട് സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്ന പന, എന്നെ കെട്ടി പിടിച്ച മുത്തമിട്ട് സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്ന പന, എന്നും എന്നെന്നും എന്നോട് അവൻ മാറാതെ, കൃപ തീരാതെ, കൃപ തീരാതെ. ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ മനുഷ്യരും. തങ്ങളുടെ കാലശേഷം തൻ്റെ ഭാര്യയും മക്കളും ആരുടെ മുമ്പിലും കൈ നീട്ടരുത്, ആരുടെ മുമ്പിലും തല കുനിക്കരുത് എന്ന് ചിന്തിച്ച് ഓരോരുത്തരും ഭാവി സുരക്ഷിതമാക്കുവാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനികളൊക്കെ അത് നേട്ടമായിട്ട് കാണുകയും നിങ്ങൾ ഇത്ര രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷത്തിന് ശേഷം നിങ്ങൾക്ക് വലിയ ഒരു എമൗണ്ട് ഞങ്ങൾ തരുമെന്ന് അവർ പറയുന്നു. അങ്ങനെ ഓരോ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാനായിട്ട് ഓരോ മനുഷ്യർ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാനായിട്ട് നാം കരുതി കൂട്ടി വയ്ക്കുന്നതെല്ലാം വ്യർത്ഥമാണ് എന്ന് തിരുവെടുത്ത് പറയുന്നു. എന്നാൽ ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന, നിത്യതയിൽ എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കുന്ന ആ ഭാവിയെക്കുറിച്ച് നാം ചിന്തിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരിതാപകരമായിരിക്കുന്ന ജീവിതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്താണ് ഭാവിയിലേക്ക് വേണ്ടി നാം കരുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തയാണ്. നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ അത് നിത്യതയിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
എങ്ങനെ നമ്മുടെ ആത്മരക്ഷ പ്രാപിക്കുവാൻ നിത്യതയിലെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും എന്ന് ചോദിച്ചാൽ അതിനുള്ള വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. അതെ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിലൂടെയാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതെന്താണ് വഴി എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുക്കിയതായിരിക്കുന്ന വഴിയാണ്. തൻ്റെ ശരീരം ആ കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ചു. തൻ്റെ രക്തം കാൽവരിയിലെ ക്രൂശിൽ ഒഴുക്കി. ആ രക്തത്താൽ നമ്മുടെ പാപമെന്ന ആ വലിയ വിപത്ത്, ആ പാപമെന്ന കറ കഴുകിക്കളയുവാനായിട്ട് ഇടയായി. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് ഭാവി സുരക്ഷിതമാക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന നല്ല പിതാവായതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാനായിട്ട് പല നിലയിൽ നെട്ടോട്ടം ഓടുന്നവരാണ്. എന്നാൽ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവിടെ ഞങ്ങളെ ഇടയാക്കി ഓർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ അത് എത്രയോ ഗൗരവമുള്ളതാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിനോടൊപ്പമുള്ള നിത്യതയിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനയും കേട്ട നല്ല പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ വയ്ക്കുന്നു. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം കേട്ട ഏവർക്കും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുവാനായി സത്യസത്യമായി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമാ.